മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 58-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. സങ്കീർത്തകന്റെ വലിയ പ്രത്യാശയാണിത്. നിശ്ചയമായും നീതിമാന് കർത്താവിൻ്റെ കരങ്ങളിൽ പ്രതിഫലമുണ്ട്. ലോകം തരുന്നത് എന്തും നശ്വരമാണ്, എന്നാൽ കർത്താവ് നൽകുന്നത് ശാശ്വതമാണ്. പ്രിയ സഹോദര സഹോദരി, നമുക്ക് എന്താണ് വേണ്ടത്? നശ്വരമായതാണോ ശാശ്വതമായതാണോ? ശാശ്വതമായത് ലഭിക്കുവാൻ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും കർത്താവിനായി സമർപ്പിക്കാം. ദൈവസന്നിധിയിൽ ഈ ഒരു വിശ്വാസത്തോടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആയിരിക്കുന്നിടത്ത് വലതുകരം എല്ലാവരും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കർത്താവിന്റെ നീതിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവിന്റെ സാന്നിധ്യമേ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. കർത്താവിന്റെ തിരുച്ചോരയെ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. കർത്താവിന്റെ തേജസ്സേ ഞങ്ങളുടെ കുടുംബങ്ങളെ പൊതിയണമേ. കർത്താവിന്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തലന്മാര് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബമായി നമുക്ക് പറയാം, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എല്ലാവരും സ്വരമുയർത്തി പറഞ്ഞേ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കരമടിച്ച് ഒരുമിച്ച് പാടി സ്തുതിക്കുന്നു. കർത്താവിൻ സ്നേഹത്തിൽ നിത്യം വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിക്കാൻ നൽവരം നൽകിടണേ. കർത്താവേ, ഈ സ്തുതി ആരാധനയിൽ അങ്ങയുടെ ജനത്തെ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കണമേ. എല്ലാ അടിമത്തങ്ങളിൽ നിന്നും സകല ഭാരങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ. Lord bless Lord. ഒരുമിച്ച് പാടാം. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. നമ്മളെ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവിലാണ്. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ വിശ്വാസം ഹൃദയം തുറന്നു പറഞ്ഞേ, തിരുരക്തത്തിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. പരിശുദ്ധാത്മാവേ, വിശ്വാസത്തിന്റെ ആത്മാവാൻ ജനലക്ഷങ്ങളിൽ കത്തിപ്പടരണമേ. തിരുവചനത്തിൻ മറവിൽ ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എന്റെ കുടുംബത്തിന്റെ, എന്റെ തലമുറയുടെ വിശ്വാസം കർത്താവെ വർദ്ധിപ്പിക്കണമേ, വർദ്ധിപ്പിക്കണമേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ.
മഹത്വത്തിൽ സാന്നിധ്യമായി കർത്താവ് ഇറങ്ങി വരുന്ന സമയം ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനായ യേശുവിനെ വിളിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കരമുയർത്തി അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടയാളങ്ങളാൽ തിരുവചന സത്യങ്ങളെ സ്ഥിരീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപശക്തികള്, രോഗശക്തികള്, ശാപഗ്രസ്തമായ ആധിപത്യങ്ങള് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്തിന്റെ യോഗ്യതകളാൽ നിർവീര്യമാകട്ടെ. കർത്താവേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന 10,000-ങ്ങളെ ആശീർവദിക്കണമേ. വർഷങ്ങളായി സാത്താൻ ഇട്ടിരിക്കുന്ന സകല അടിസ്ഥാനങ്ങളിലേക്കും കർത്താവിൽ നിന്ന് തീയിറങ്ങട്ടെ. അടിമമുഖങ്ങൾ പൊട്ടട്ടെ. കർത്താവിന്റെ സാന്നിധ്യമേ, ആയിരങ്ങളെ പ്രകാശിപ്പിക്കണമേ. കർത്താവിന്റെ വാളെ, നാരകീയ ശക്തികളെ, അന്ധകാര അധികാര പോരുകളെ, സാത്താൻ ആധിപത്യങ്ങളെ കുത്തി പിളർന്ന് വെട്ടി തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ജനത്തിന് സ്വാതന്ത്ര്യം നൽകണമേ. കർത്താവേ, അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ, സൗഖ്യമാക്കണമേ. അവിടുത്തെ വചനത്താൽ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഉജ്ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആയിരങ്ങളുടെ കണ്ണീര് കണ്ട് അവരെ നീ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും നമ്മിൽ കൃപയായി മാറുവാൻ പ്രാർത്ഥിക്കാം. കിരീടങ്ങളും പ്രതിഫലങ്ങളും ഈ വിഷയത്തെ ആസ്പദമാക്കി വചനത്തിൽ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന 5 കിരീടങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ 3 കിരീടങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ ചിന്തിച്ചു. ഒന്നാമതായി ജീവന്റെ കിരീടം. കർത്താവിനെ സ്നേഹിക്കുകയും തങ്ങളുടെ സ്വന്തം ജീവനേക്കാളും അവിടുത്തെ മാനിക്കുകയും ചെയ്യുന്ന തൻ്റെ വിശ്വസ്തരായ ആത്മാക്കൾക്ക് കർത്താവ് നൽകുന്ന പ്രതിഫലമാണ് ദ ക്രൗൺ ഓഫ് ലൈഫ്, ജീവന്റെ കിരീടം. രണ്ടാമത് നമ്മൾ കണ്ടു അനശ്വരതയുടെ കിരീടം. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി സകല കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് അനശ്വരതയുടെ കിരീടം. മൂന്നാമതായി നമ്മൾ കണ്ടു ദ ക്രൗൺ ഓഫ് റിജോയ്സ്, ആനന്ദത്തിന്റെ അല്ലെങ്കിൽ അഭിമാനത്തിന്റെ കിരീടം. കർത്താവിനായി ആത്മാക്കളെ നേടുന്ന സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് അഭിമാനത്തിന്റെ കിരീടം. ഈ വിഷയത്തിന്റെ അവസാന ഭാഗത്തേക്കാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. കിരീടങ്ങളും പ്രതിഫലങ്ങളും. ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന കിരീടങ്ങളും പ്രതിഫലങ്ങളും. ഇന്ന് പ്രധാനമായും നമ്മൾ ധ്യാനിക്കുന്നത് നീതിയുടെ കിരീടവും മഹത്വത്തിന്റെ കിരീടത്തെക്കുറിച്ചുമാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങൾ. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ ആഗമനത്തെ സ്നേഹപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ്
നമ്മോട് പറയുന്നത്. നീതിയുടെ കിരീടം ആർക്കുള്ളതാണ്? എങ്ങനെയുള്ളവർക്കാണ് ഈ കിരീടം ലഭ്യമാകുന്നത്? കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്കുള്ള പ്രതിഫലമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇതൊരു കെട്ടുകഥയല്ല. ഈ വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. 4 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി, ഞാൻ നന്നായി പൊരുതി. രണ്ടാമത്, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. മൂന്നാമത്, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. നാലാമത്, കർത്താവിൻ്റെ ആഗമനത്തെ സ്നേഹപൂർവം ഉറ്റുനോക്കുന്നവരുടെ ഒരു സമൂഹം. 4 കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വിശ്വാസത്തിൻ്റെ പച്ചയായ അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുകയാണ്. ഒന്നാമതായി ശ്ലീഹ പറഞ്ഞു, ഞാൻ നന്നായി പൊരുതി. പൗലോസ് ശ്ലീഹ എന്തിനു വേണ്ടിയ പൊരുതിയത്? തൻ്റെ വിശ്വാസത്തിന് വേണ്ടിയാണ്. ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ഒരു തമാശക്കളിയല്ല, അതൊരു നേരം പോക്കല്ല, വൈകാരികമായൊരു അനുഭൂതി മാത്രമല്ല, ആഴത്തിലുള്ള നിലനിൽപ്പാണ് ക്രിസ്തീയ വിശ്വാസം. ക്രൈസ്തവ വിശ്വാസം അതൊരു പോരാട്ടത്തിൻ്റെ ജീവിതമാണ്. പൗലോസ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കൊരിന്ഥോ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 32-ാമത്തെ തിരുവാക്യം. എഫെസസിൽ വെച്ച് വന്യമൃഗങ്ങളോട് ഞാൻ പോരാടിയത് എന്ത് പ്രയോജനം? ഒരു ചോദ്യം ചോദിക്കുക പൗലോസ് ലീഗ. ഞാൻ വന്യമൃഗങ്ങളോട് പോരാടിയത് കൊണ്ട് എന്ത് പ്രയോജനം? മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം, എന്തെന്നാൽ നാളെ നമ്മൾ മരിക്കും. ഇത് പറഞ്ഞ് പൗലോസ് ലീഗ ഒരു മുന്നറിയിപ്പ് തരികയാണ്. നിങ്ങൾ വഞ്ചിതരാകരുത്. എന്തുകൊണ്ടാണ് പൗലോസ് ലീഗ താൻ സ്വീകരിച്ച വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി പോരാടിയത്? പൗലോസിന് ബോധ്യമുണ്ടായിരുന്നു, മരിച്ചവർക്കെല്ലാവർക്കും ഒരു പുനരുദ്ധാനമുണ്ട്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം അവസാനിക്കുകയില്ല. ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട്, നിത്യമായ ജീവിതം. ഈ ജീവിതത്തിൽ പൂർണ്ണമായും പൗലോസ് വിശ്വസിക്കുകയാണ്. ഈ ബോധ്യമുള്ളത് കൊണ്ട് ശ്ലീഹ പറഞ്ഞത്, ഞാൻ പോരാടി. എന്തിനോട്? വന്യമൃഗങ്ങൾ. എന്താ ഈ വന്യമൃഗങ്ങൾ? ജഡത്തിൻ്റെ ദുരാശകൾ, മാംസത്തിൻ്റെ ചിന്തകൾ, ലോകമോഹങ്ങളുള്ള ആസക്തികൾ, പൈശാചികമായ പ്രലോഭനങ്ങൾ, ഇതിനെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞാൻ പരാജയപ്പെടുത്തി. ഞാൻ എൻ്റെ വിശ്വാസത്തിന് വേണ്ടി പോരാടുകയാണ്. പ്രിയപ്പെട്ടവരെ, രക്തസാക്ഷികൾക്കൊക്കെ എന്താ നമ്മോട് പറയാനുള്ളത്? അവരെന്തിന് രക്തസാക്ഷിത്വം വരിച്ചത്? വിശ്വാസത്തിന് വേണ്ടി പോരാടിയത് കൊണ്ടാണ്. ഇന്ന് തിരുസഭയിൽ ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുണ്ട്. രക്തസാക്ഷിത്വം വരിച്ച് അവർ കർത്താവിനോടുള്ള സ്നേഹം തെളിയിക്കുകയാണ്. 17-ാം നൂറ്റാണ്ടിൽ സഭയിൽ ജീവിച്ച ഒരു വലിയ വിശുദ്ധയായ ജോവാൻ ഓഫ് ആർക്ക്. താൻ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി അവൾ ധീരതയോടെ പോരാടി. അതിനുവേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു. ഒരു മരത്തിൽ അവളെ കെട്ടിയിട്ട് അവളുടെ ശരീരം തീ കത്തിക്കുകയാണ്. അവൾ കത്തിക്കൊണ്ടിരിക്കുമ്പോഴും പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി അവൾ ധീരതയോടെ പോരാടി. വിശുദ്ധയായ ജോവാൻ ഓഫ് ആർക്കിന്റെ വിശ്വാസ സാക്ഷ്യം നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. നിൽക്കുന്നത് വിശുദ്ധ ജോവാൻ. അവളെ കത്തിച്ചു കളയുകയാണ്. മരണത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും അവൾക്ക് യാതൊരു ഭയവുമില്ല. പട്ടാളക്കാരൊക്കെ ചുറ്റിക്കൂടി നിൽക്കുന്നു. എന്തുമാത്രം ജനക്കൂട്ടമാണ്. വിശുദ്ധയായ ജോവാൻ ആവശ്യപ്പെടും, എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് എൻ്റെ കർത്താവിന്റെ കുരിശൊന്ന് കാണാം. ആരെങ്കിലും ആ കുരിശൊന്ന് ഉയർത്തിപ്പിടിക്കണം. കർത്താവിന്റെ കുരിശിലേക്ക് അവൾ കണ്ണുകളുറപ്പിക്കുകയാണ്. ആ കുരിശിൽ നിന്ന് രക്തസാക്ഷിത്വത്തിന് വേണ്ട ശക്തി അവൾ ആർജിച്ചെടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്.
ആ കുരിശു എടുത്തുയർത്തിപ്പിടിച്ച മനുഷ്യൻ മാനസാന്തരപ്പെടുകയാണ്. ധീരതയോടെ ഒരു 19 വയസ്സിൽ വിശുദ്ധയായ ജുവാൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു. പ്രിയപ്പെട്ടവരെ, രക്തസാക്ഷികൾക്കെല്ലാം എന്താ നമ്മോട് പറയാനുള്ളത്? വിശ്വാസത്തിനു വേണ്ടി നല്ല പോരാട്ടം നടത്തുക, നല്ല പോരാട്ടം നടത്തുക. ഇപ്രകാരം തീരുമാനമുള്ളവർക്കാണ് നീതിയുടെ കിരീടം പ്രതിഫലമായി കർത്താവ് സമ്മാനിക്കുന്നത്. രണ്ടാമത് പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. ക്രൈസ്തവ വിശ്വാസം ഒരു ഓട്ടമാണ്. നമ്മളൊരു ഓട്ടപ്പന്തയത്തിലാണ്. ഈ അടുത്ത ദിവസങ്ങളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കായികോത്സവം അവസാനിച്ചത്. അനേകരെ അതിലോടി, എന്നാൽ സമ്മാനിതരായത് വിജയിച്ചവർ മാത്രമാണ്. പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായം 24-ാം വചനത്തിലൂടെ ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഓട്ടക്കളത്തിൽ എല്ലാവരും മത്സരിക്കുന്നു, എന്നാൽ സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രം. ആയതിനാൽ സമ്മാനത്തിനായി ഓടുവിൻ. നമ്മൾ എങ്ങനെയെങ്കിലും ഓടല്ല, സമ്മാനത്തിനായി ഓടണം. പ്രതിഫലത്തിനായി, കിരീടം ലഭിക്കുവാനായിരിക്കണം നമ്മുടെ ഓട്ടം. അതുകൊണ്ട് ഹെബ്രായ ലേഖനകർത്താവ് പറയുന്നത് 12-ാം അധ്യായം 2-ാം തിരുവാക്യം, നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടുവാൻ. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥൻ ആരാ? നമ്മുടെ കർത്താവാണ്. കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ഈ വിശ്വാസ ഓട്ടം വിജയത്തോടെ നമ്മൾ പൂർത്തിയാക്കണം. ഇന്ന് അനേകരെ പാതി വഴിയിൽ തളർന്നു വീഴുന്നു. അവർക്ക് ഓട്ടം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അവരാകെ ക്ഷീണിതരായി തളർന്ന് അവർ വീഴുകയാണ്. മറ്റു ചിലരെ ലക്ഷ്യം തെറ്റിയോടുന്നു. നമ്മുടെ ലക്ഷ്യമാരാ? യേശുവാണ്. സ്വർഗത്തെക്കാളും നമ്മുടെ പ്രധാന ലക്ഷ്യം ഈശോയാണ്. യേശുവാകുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടുവാനായിട്ട്. ലക്ഷ്യം മാറിപ്പോകരുത്. മൂന്നാമത് പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16-ാം അധ്യായം 13-ാം തിരുവചനം, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. ആരൊക്കെ വില കൊടുത്ത് തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, തങ്ങളുടെ സമൂഹ ജീവിതത്തിൽ, തങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നുവോ അവർക്ക് മാത്രമാണ് പ്രതിഫലം ലഭിക്കുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നമാണ്, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. വിശ്വാസ സത്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ, അനേകർക്ക് ക്രൈസ്തവ വിശ്വാസം പകർന്നു കൊടുത്താൽ, യേശുക്രിസ്തുവിനെ സാക്ഷ്യം നൽകിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ച് നമ്മുടെ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യുന്ന അനേകരെ ഈ നാളുകളിലുണ്ട്. വിശ്വാസം കാക്കുന്നവർക്ക് മാത്രമാണ് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ തിരുവാക്യം നമുക്കൊക്കെ വലിയ ആനന്ദം തരുന്ന വചനമാണിത്. കർത്താവ് ഫിലദൽഫിയ സഭയെ നോക്കിക്കൊണ്ട് പറയാ, നിന്റെ ശക്തി പരിമിതമാണ്. ആർക്കും പൂട്ടുവാൻ കഴിയാത്ത തുറന്നു കിടക്കുന്നൊരു വാതിൽ നിന്റെ മുൻപിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. കാരണം നീ എൻ്റെ വചനം കാത്തു. എൻ്റെ നാമം നിഷേധിച്ചില്ല, നീ എൻ്റെ വചനം കാത്തു. നിത്യതയിൽ കർത്താവിനെ നമ്മെ നോക്കിക്കൊണ്ട് പറയാൻ പറ്റൂ, നീ നിന്റെ വിശ്വാസം കാത്തു. പൗലോസിന് ഉറപ്പുണ്ടായിരുന്നു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. ആയതിനാൽ നീതിയുടെ കിരീടം ആ ദിവസം കർത്താവ് എനിക്ക് സമ്മാനിക്കും. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഭാവന കാണാറുണ്ട്. നിത്യതയിൽ കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവ് പേര് വിളിക്കും, സന്തോഷ് കം, വരിക. ഈ സമയത്ത്
ഞാൻ എൻ്റെ സമ്മാനം വാങ്ങുവാൻ കർത്താവിൻ്റെ അരികിലേക്ക് നടക്കുകയാണ്. ദൂതന്മാർ മുഴുവൻ അനവരതം ഹല്ലേലൂയ പാടിക്കൊണ്ട് അവിടുത്തെ സ്തുതിക്കുകയാണ്. ഈ സ്തുതി ആരവങ്ങളുടെ നടുവിൽ വിശുദ്ധരുടെയും അപ്പോസ്തലന്മാരുടെയും പ്രവാചകരുടെയും പൂർവ്വപിതാക്കളുടെയും പരിശുദ്ധ അമ്മയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ആ സാന്നിധ്യത്തിൻ്റെ നടുവിലൂടെ ഞാൻ എൻ്റെ സമ്മാനം കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് വാങ്ങുവാൻ പോവുകയാ. പൗലോസിന് ഉറപ്പുണ്ടായിരുന്നു, പ്രിയപ്പെട്ടവരെ, നീതിയുടെ കിരീടം ആ ദിനങ്ങളിൽ എൻ്റെ കർത്താവ് എനിക്ക് സമ്മാനിക്കും. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നമുക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് നിത്യതയിൽ എനിക്ക് സമ്മാനം ലഭിക്കും, ഞാൻ സമ്മാനിതനാകും? നമുക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ട്, നമ്മളത് ചിട്ടപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ പരാജയിതരാകും. നമുക്കൊരിക്കൽ കൂടെ ആ പ്രതിഫലത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സ്നേഹത്തോടെ പാടാം. ലഭിക്കും നിശ്ചയം എൻ വിരുദനിക്ക്, ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും വന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ, ദൂതന്മാരുടെ മധ്യത്തിൽ. താങ്ക് യു ലോർഡ്. കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചാൽ ലോകം തരുന്ന സകല ജഡിക സുഖങ്ങളെയും വിശ്വാസ സത്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സകലതിനെയും വിട്ടുകളയാനുള്ള ഉറച്ച തീരുമാനം നമുക്കുണ്ടാകും. നാലാമത് വചനം പറയുകയാണ്, കർത്താവിന്റെ ആഗമനത്തെ സ്നേഹപൂർവം ഉറ്റുനോക്കുന്നവർക്ക് ഈ പ്രതിഫലം സമാനമായ കർത്താവ് നൽകും. കർത്താവിന്റെ ആഗമനം ഒരു കെട്ടുകഥയല്ല. യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനം ആദിമ സഭ മുതൽ സഭയുടെ എല്ലാ കാലത്തും വിശ്വസിച്ചു പോകുന്ന ഒരു വലിയ വിശ്വാസ സത്യമാണ്. സഭയുടെ പൊതുവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടുന്ന് വീണ്ടും വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതൊരു മുത്തശ്ശി കഥയല്ല, ഇത് ആരോ കളിപ്പിക്കാൻ കച്ചകെട്ടിയ ഒരു സൂത്രമല്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോകം ഇനി കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം കർത്താവ് തൻ്റെ പരിശുദ്ധന്മാരോടുകൂടെ വാനമേഘങ്ങളിൽ തനാകാംക്ഷപുറം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്നതാണ്. അന്ന് തന്നെ ധിക്കരിച്ചവരെ, തൻ്റെ സുവിശേഷത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവരോട് അവിടുന്ന് തൻ്റെ ന്യായവിധിയുടെ കരമുയർത്തും. തന്നെ സ്നേഹിച്ച, തൻ്റെ പരിശുദ്ധിയിൽ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ച, വിശ്വാസം സംരക്ഷിച്ച, വിശ്വസ്തയോടെ ജീവിച്ച എല്ലാവർക്കും അത് വലിയ ആനന്ദത്തിൻ്റെ ദിനമായിരിക്കും. ദ ലോർഡ്സ് ഡേ, കർത്താവിൻ്റെ ദിനം. അങ്ങനെയൊരു ദിവസം ചരിത്രത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ ആരും മറന്നു പോകരുത്. കർത്താവിൻ്റെ ആഗമനത്തെ ഭയത്തോടെയല്ല, എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നും ചിന്തിച്ചിട്ടല്ല, സ്നേഹത്തോടെ നമ്മളിതെല്ലാം ചെയ്യേണ്ടത് സ്നേഹത്തോടെയാണ്. സ്നേഹത്തോടെ ആരൊക്കെ ഉറ്റുനോക്കുന്നുവോ അവർക്കുള്ളതാണ് നീതിയുടെ കിരീടം. അവസാനമായി അഞ്ചാമത്തെ കിരീടം, മഹത്വത്തിൻ്റെ കിരീടം. ഇതെല്ലാവർക്കും ഇത് കർത്താവിനെ സ്നേഹിക്കുകയും അവിടത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ഇടയന്മാർക്കുള്ളതാണ് മഹത്വത്തിൻ്റെ കിരീടം. ദ ക്രൗൺ ഓഫ് ഗ്ലോറി. ബഹുമാനപ്പെട്ട വന്യ വൈദികർക്ക്, ഇടയ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് കർത്താവ് നൽകുന്ന പ്രതിഫലമാണ്. പത്രോസിൽ എഴുതി 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾക്ക് മഹത്വത്തിൻ്റെ കിരീടം ലഭിക്കും. ബഹുമാനപ്പെട്ട വന്യവൈദികർക്ക്, ഇടയ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് കർത്താവ് നൽകുന്ന പ്രതിഫലമാണ് മഹത്വത്തിൻ്റെ കിരീടം. ഈ കിരീടം മാത്രം സ്ത്രീകൾക്ക് ലഭിക്കുകയില്ല, ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്. അതും ഇടയ ശുശ്രൂഷ ചെയ്യുന്ന വന്യ വൈദികർക്കുള്ളതാണ്. അവിടെ വചനം പറയുന്നുണ്ട്, കർത്താവിൻ്റെ അജഗണത്തെ നിങ്ങൾ പരിപാലിക്കണം. വിശ്വസ്തയോടെ വചനം പ്രഘോഷിച്ച് കുദാശകൾ പരിക്രമം ചെയ്ത് എൻ്റെ അജഗണത്തെ
പരിപാലിക്കുന്ന എൻ്റെ ഇടയന്മാർക്ക് ഞാൻ നൽകുന്ന സമ്മാനമാണ് ദ ക്രൗൺ ഓഫ് ഗ്ലോറി. ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീഷ്ണതയോടെ ഈ ശുശ്രൂഷകൾ നിർവഹിക്കണം. എല്ലാവർക്കും മാതൃക നൽകിക്കൊണ്ട്, സന്മാതൃക കാണിച്ച് ഇടയ ശുശ്രൂഷ ചെയ്യുന്ന വന്യവൈദികർക്ക് നിത്യതയിൽ കർത്താവ് ഈ സമ്മാനം നൽകുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകിയ ഈ സന്ദേശം സ്വീകരിക്കാം. കിരീടങ്ങളും പ്രതിഫലങ്ങളും, ഈ വിഷയം ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇത് നമ്മളെ പഠിപ്പിച്ചത് ഒരു നേരം പോക്കിന് വേണ്ടിയല്ല. ഈ സുവിശേഷ സത്യങ്ങൾ കേട്ട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സഭാ സമൂഹങ്ങളെ, തൊഴിൽ മണ്ഡലങ്ങളെ, ശുശ്രൂഷ വേദികളെ നമ്മൾ ക്രമപ്പെടുത്തുവാൻ, ചിട്ടപ്പെടുത്തുവാൻ തയ്യാറാകണം. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൾ സമ്മാനിതരാകും. ഇല്ലെങ്കിൽ ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വരും. കർത്താവിൻ്റെ ഈ തിരുവെഴുത്ത് നമ്മുടെ ഹൃദയത്തിൽ മുദ്രയായി മാറട്ടെ. നമ്മേവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ. പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്തിരൂപനായി ഞങ്ങളുടെ മധ്യ കടന്നു വന്ന തിരുസാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. കിരീടങ്ങളും പ്രതിഫലങ്ങളും, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വിവിധങ്ങളായ പ്രതിഫലങ്ങളെ കുറിച്ച്, ഈ ആരാധനയുടെ അത്ഭുത നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങൾ യാചനാപുരം തുറന്നു പിടിച്ച് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ വിശ്വസ്തർക്ക് അങ്ങ് ഒരുക്കിയിരിക്കുന്ന പ്രതിഫലത്തിലേക്ക് കണ്ണുറപ്പിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള ആത്മനിറവ് ഞങ്ങൾക്ക് നൽകണമേ. അനേകം രോഗികളെ യേശു സുഖപ്പെടുത്തുന്ന സമയം വിവിധങ്ങളായ തകർച്ചകളിലേക്ക്, പരാജയങ്ങളിലേക്ക്, ദുഃഖ ദുരിതങ്ങളിലേക്ക് കർത്താവിന്റെ സാന്നിധ്യത്തെ വിളിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി യേശു നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ, വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ, ശുദ്ധീകരിക്കുന്ന അഗ്നിയായി പതിനായിരങ്ങളിൽ കർത്താവ് കത്തിപ്പടരുന്നു. ഈശോയെ, പ്രവർത്തിക്കണമേ. ആരാധന, ആരാധന, ആരാധന. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ. യേശു നമ്മെ അനുഗ്രഹിക്കുന്ന സമയം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, എല്ലാ നിയോഗങ്ങളിലേക്കും യേശു നൽകുന്ന നന്മകളെ സ്വീകരിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിത്യതയുടെ ദർശനം നൽകണമേ. ഞങ്ങളെ വിശ്വസ്തരാക്കണമേ. ഞങ്ങളെ അനുഗ്രഹത്തിന്റെ നിറവിലേക്ക് നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അനുഗ്രഹിച്ച സ്നേഹത്തിനായി, ഞങ്ങൾക്ക് നൽകിയ എല്ലാ ബോധ്യങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് കല്ലേറുകളിൽ പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയ്ക്കായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ,